തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള കേളികൊട്ട് ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലാണ് നടക്കാൻ പോകുന്നതെന്ന് UDF അവകാശപ്പെടുമ്പോൾ സർക്കാരിന്റെ ജനകീയതയ്ക്കുള്ള അംഗീകാരമാവുമെന്ന് ഇടതുപക്ഷം ഉറപ്പിക്കുന്നു. BJP നേതൃത്വം നൽകുന്ന NDA മാറാത്തതെല്ലാം മാറുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇടതു വലത് മുന്നണി കൺവീനർമാരും BJP സംസ്ഥാന പ്രസിഡന്റും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ കേരള പ്രണാമം പ്രഭാത ദിനപത്രത്തോട് എന്താണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കാം. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാവുമെന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നത്. സെമി ഫൈനലോ ഫൈനലോ എന്നതല്ല, കേരളത്തിലെ ഇടത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാവും ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ്. താഴേക്കിടയിലുള്ളവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന പദ്ധതികൾക്കൊപ്പം റോഡും പാലങ്ങളും വൻ വ്യവസായങ്ങളും IT തുറമുഖ വികസനവുമായി മുന്നോട്ടു പോയ സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത്. പെൻഷൻ ആനുകൂല്യങ്ങളും ആശാവർക്കർമാരുടെ ശമ്പളവും അടക്കം പരിഷ്കരിക്കുമ്പോൾ ഈ സർക്കാർ ആർക്കൊപ്പമാണെന്ന് ജനത്തിനറിയാമെന്നും വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യാതെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുമ്പോൾ രാഷ്ട്രീയ വിമർശനങ്ങളൊന്നും ഇടതുപക്ഷത്തെ വേട്ടയാടുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. UDF കൺവീനർ അടൂർ പ്രകാശ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സെമി ഫൈനലാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പറഞ്ഞു. വാദങ്ങളും അവകാശവാദങ്ങളുമെല്ലാം റിസൾട്ട് വരുന്നതോടെ പൊളിയും. കോർപ്പറേഷനുകളും ജില്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളുമെല്ലാം UDF തൂത്തുവാരും. സ്ഥാനാർത്ഥി നിർണയം അവസാന ഘട്ടത്തിലാണ്. പരാതികൾക്കൊന്നും ഇടം നൽകാതെ എല്ലാം പൂർത്തീകരിക്കും. കേരളത്തിലെ ഇടത് സർക്കാരിന്റെ കൊള്ളരുതായ്മയ്ക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരായുള്ള വിധിയെഴുത്താവും ഇത്തവണയെന്നും അടൂർ പ്രകാശ് പറയുമ്പോൾ, ഇത്തവണ BJP നയിക്കുന്ന NDA മുന്നോട്ട് വയ്ക്കുന്നത് മാറാത്തതെല്ലാം മാറാൻ 365 ദിവസവും 24 മണിക്കൂറും ജനങ്ങൾക്കൊപ്പം നിൽക്കാമെന്നതാണ്. അതിനായി കേരളത്തിന്റെ വികസനത്തിനായി ഒരവസരം തരൂ എന്ന് ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇടതു വലത് മുന്നണികൾ ഭരിച്ചു മുടിച്ച അനുഭവമാണ് കേരളത്തിൻ്റെതെന്നും അതിൽ നിന്നും ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ടെന്നും ദുർഭരണം, അഴിമതി, അനാസ്ഥ, പീഡനങ്ങൾ ഇതാണ് കേരളത്തിലെ ഇരുമുന്നണികളുടെയും നേട്ടങ്ങളെന്നും അവിടെയാണ് BJP എന്ന ബദലിനെ മുന്നോട്ട് വയ്ക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. ആർക്കാണ് വിജയമെന്ന് കണ്ടറിയാമെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ആത്മവിശ്വാസത്തോടെ പറയുന്നു. എന്തായാലും താക്കോൽ ജനങ്ങളുടെ കൈവശമാണ്. ആര് നയിക്കുമെന്നതറിയാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളത്തിന്റെ ഇനിയുള്ള ദിവസങ്ങൾ. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.